മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ കൊക്കയിലേക്ക് വീണ യുവാവിന് ദാരുണാന്ത്യം. വടകര വളയം സ്വദേശി അമലാണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, എപ്പോഴായിരുന്നു സംഭവം? ഈ അപകടത്തിന് കാരണം എന്താണ്? വൃന്ദ, ഏറെ ദാരുണാന്ത്യം എന്ന് തന്നെ പറയാം. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. വയനാട്ടിലേക്ക് വിനോദയാത്ര പോയ അമലും അതുപോലെ തന്നെ അമലിനോടൊപ്പം മറ്റ് 20 പേര് ട്രാവലറിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ഈ വയനാട്ടിലേക്ക് വിനോദയാത്ര പോവുകയായിരുന്നു അമലും അതുപോലെ തന്നെ അമലിന്റെ സുഹൃത്തുക്കളും. ഇതിനിടെ അമല് മൂത്രമൊഴിക്കാനായി താമരശ്ശേരി 9ാം വളവിലായിരുന്നു ഈ ട്രാവലർ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ചുരത്തിന് ചേർന്നാണ് ഈ ട്രാവലർ നിർത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ട്രാവലർ നിന്ന് നേരെ ഇറങ്ങിയത് കൊക്കയിലേക്കാണ്. അതായത് ഇരുട്ടാണ്, നമുക്കറിയാം പുലർച്ചെ 2 മണിയാണ് സമയം. ഈ സമയത്ത് ട്രാവലർ ഈ ചുരത്തോട് ചേർന്നാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. നിർത്തിയത് മൂലം അതായത് അമല് നേരെ ഇറങ്ങുന്നത് ഈ കൊക്കയിലേക്കാണ്. അങ്ങനെ ഈ കൊക്കയിലേക്ക് വീണ അമലിനെ ഈ സുഹൃത്തുക്കൾ കണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. അതോടൊപ്പം തന്നെ ഈ സുഹൃത്തുക്കൾ ഫയർഫോഴ്സിനെ വിളിക്കുകയും ഇവർ എത്തിയാണ് ഒടുവിൽ അമലിനെ രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ അമൽ തൽക്ഷണം തന്നെ അമലിന്റെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ അമലിന്റെ മൃതദേഹം ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ആശുപത്രി പരിസരത്ത് ഇപ്പോൾ അമലിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വൃന്ദ, പിന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാവുമോ? തീർച്ചയായും വൃന്ദ, അമൽ വടകര സ്വദേശിയാണ്, വടകര വളയം സ്വദേശിയാണ്. ഇന്ന് തന്നെ, അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് തന്നെ കുടുംബങ്ങൾക്ക് വിട്ടു കൊടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാവുക. അതോടൊപ്പം തന്നെ ഈ കാൽവഴുതി തന്നെയാണോ, അതായത് കൊക്കയിലേക്ക് വീണ് തന്നെയാണോ മരണം സംഭവിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരാനുണ്ട്. ഏതായാലും ഈ പോലീസ് ഈ സുഹൃത്തുക്കളുടെ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൃന്ദ, തീർച്ചയായും ഇത്തരത്തിൽ വാഹനം നിർത്തിയെടുത്തു നിന്നും കാൽ വഴുതിയാണ് വീണത് എന്നാണ് നിലവിൽ പറയുന്നത്. ഈ വാഹനം ഈ ഒരു സുരക്ഷാ വേലികളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നോ ഈ വാഹനം നിർത്തിയിട്ടിരുന്നത്? അങ്ങനെയാണോ ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറയുന്നത്? തീർച്ചയായും വൃന്ദ, നമുക്കറിയാം ഈ താമരശ്ശേരി വളവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ചുരത്തിലേക്ക് കയറുന്ന, അതായത് വയനാട്ടിലേക്ക് പോകുന്ന ഭാഗത്താണ്. ഈ ഇടത്തെ ഭാഗത്തായിരിക്കും ഒരുപക്ഷെ നമുക്ക് താമരശ്ശേരിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇടത്തെ ഭാഗത്തായിട്ടായിരിക്കും വാഹനങ്ങൾ എന്തായാലും നിർത്തിയിടുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു ഇടത്തെ ഭാഗത്തേക്ക് വാഹനം നിർത്തിയിട്ടത് ഒരു പക്ഷേ ഈ കൊക്കയ്ക്ക് സമീപമായിട്ടായിരിക്കാം. ഒരുപക്ഷെ ഡ്രൈവറും ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് നമുക്കറിയാം പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഈ ഒരു സമയത്ത് അപകടം സംഭവിക്കാൻ ഏറെ സാധ്യതയുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ വളവുകളും അതുപോലെ തന്നെ നമുക്കറിയാം താമരശ്ശേരി വയനാട് ചുരങ്ങൾ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. അതുകൂടാതെ തന്നെ 9ാം വളവിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്കറിയാം എത്രത്തോളം കാഠിന്യമാണ് ഈ ഒരു അപകടം എന്നുള്ളത്. കാരണം 9ാം വളവിൽ നിന്ന് താഴെ കൊക്കയിലേക്ക് വീഴുന്നത് എന്ന് പറയുമ്പോൾ വലിയ ഒരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. കൂടാതെ ഈ താമരശ്ശേരി വളവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം യാതൊരു സുരക്ഷ, അതായത് ഈ വേലികളൊന്നും ഇല്ലാതെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് ഈ ചുരത്തിന്റെ സമീപത്ത് തന്നെയാണ്. ഒരു പക്ഷേ ഈ വാഹനം അതായത് ഈ കൊക്കയുടെ സമീപത്ത് തന്നെയായിരിക്കാം ഒരു പക്ഷെ നിർത്തിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണ് അമൽ ഈ അതായത് അമൽ മൂത്രമൊഴിക്കുന്നതിനായിട്ട് അമൽ ഇറങ്ങുന്നതിനിടെ ഈ കാല് വെക്കുന്നത് ഒരു പക്ഷെ കൊക്കയിലേക്ക് ആവാനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് സുഹൃത്തുക്കൾ അടക്കം പറയുന്നത്. അല്ലാതെ ഈ വളയം സ്വദേശി അമലാണ് കൊക്കയിലേക്ക് വീണ് മരിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അമലിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിന. ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം.